യൂസേഴ്സിന് അല്ലെങ്കിൽ ഏത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് യൂസേഴ്സിന് നമുക്ക് ഏതൊക്കെ പെർമിഷൻസ് കൊടുക്കാം. പെർമിഷൻസ് എന്ന് പറയുമ്പോൾ റീഡ് പെർമിഷൻ, റൈറ്റ് പെർമിഷൻ, എക്സിക്യൂട്ടീവ് പെർമിഷൻ. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഗ്രൂപ്പ് യൂസർ, ഓണറിൻ്റെ വരുന്ന ഗ്രൂപ്പിൽ വരുന്ന എല്ലാ യൂസേഴ്സിനും ഗ്രൂപ്പ് യൂസേഴ്സ്. ദെൻ അടുത്തത് ഇതിന് പുറമേയുള്ള ബാക്കിയുള്ള യൂസേഴ്സ്. അവന് 3 ലെവലിലുള്ള യൂസേഴ്സാണ്: ഓണർ, ഗ്രൂപ്പ് യൂസേഴ്സ്, ദെൻ അതർ യൂസേഴ്സ്. അപ്പോൾ ഇവിടെ 3 ലെവലിൽ അങ്ങനെ പെർമിഷൻ കൊടുക്കാം. അപ്പോൾ പെർമിഷൻ കൊടുക്കുമ്പോൾ 2 രീതിയിൽ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ലെറ്റേഴ്സ്, സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് പെർമിഷൻസ് കൊടുക്കാം. അതല്ലെങ്കിൽ ഒക്ടൽ നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് പെർമിഷൻസ് കൊടുക്കാം. അതായത് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് പ്ലസ്, മൈനസ്, ഈക്വൽ ടു. പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു പെർമിഷൻ അസൈൻ സെറ്റ് ചെയ്യാൻ, മൈനസ് എന്ന് പറയുമ്പോൾ ഒരു കൊടുത്ത പെർമിഷൻ റിമൂവ് ചെയ്യാൻ, ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സാക്ട് പെർമിഷൻ ഏതാണോ അത് മാത്രം ഒരു ഫയലിൽ കൊടുക്കും. യു റെപ്രസെൻ്റ് ചെയ്തത് യൂസർ, അതായത് ഓണർ. ജി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ്. ഒ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതേഴ്സ്. ദെൻ എല്ലാ യൂസേഴ്സിനും ഒരുമിച്ച് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഓൾ, അതായത് ഗ്രൂപ്പിനും ഓണറിനും അതേഴ്സിനും ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ എ. ദെൻ CH മോഡ് കമാൻഡ് ഉപയോഗിച്ച് ന്യൂമറിക് ടൈപ്പ് അല്ലെങ്കിൽ ഒക്ടൽ ടൈപ്പിലാണ് കൊടുക്കണമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് 0 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫയൽ മോഡ്, ഒരു പെർമിഷനും ഇല്ല എന്നാണ്. 1 എന്ന് പറയുന്നത് എക്സിക്യൂട്ട്, 2 എന്ന് പറയുന്നത് റൈറ്റ്, 4 എന്ന് പറയുന്നത് റീഡാണ്. പിന്നെ അതിൻ്റെ കോമ്പിനേഷനാണ്. ഇപ്പോൾ എക്സിക്യൂട്ടും റൈറ്റും വേണമെങ്കിൽ പെർമിഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കും. റീഡും എക്സിക്യൂട്ടും വേണമെങ്കിൽ പെർമിഷൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ദെൻ റീഡും റൈറ്റും വേണമെങ്കിൽ 6 ആയിരിക്കും. കൊടുക്കുക. റിക്കേഴ്സീവ്ലി നമുക്ക് കൊടുക്കണമെങ്കിൽ -R കൊടുത്താൽ ഒരു ഡയറക്ടറിക്ക് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് CH മോഡ് A+R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പബ്ലിക് കമന്റ് .txt എന്ന് പറഞ്ഞ ഫയലിലെ എല്ലാ യൂസേഴ്സിനും റീഡ് പെർമിഷൻ, എല്ലാ യൂസേഴ്സിൻ്റെയും എക്സിക്യൂട്ട് പെർമിഷൻ എടുത്ത് കളയണമെങ്കിൽ A-X. ഇനി ഇവിടെ ചെയ്യുന്നത് CH മോഡ് 7 എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓണറിൻ്റെ പെർമിഷൻ, രണ്ടാമത്തെ സെൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിൻ്റെ പെർമിഷൻ, മൂന്നാമത്തെ സെൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതർ യൂസറിൻ്റെ പെർമിഷൻ. ഇവിടുത്തെ കേസിൽ ആദ്യത്തെ ഓണർക്ക് ഫുൾ പെർമിഷൻ, ദെൻ അടുത്ത ആൾക്ക് റൈറ്റും റീഡും പെർമിഷനേ ഉള്ളൂ. ഗ്രൂപ്പ്സിന് ലാസ്റ്റ് അതർ യൂസേഴ്സിന് റീഡ് പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പെർമിഷൻസ്, ഫയലിന് പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് CH മോഡ്. അപ്പോൾ അതിൽ നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം, ഒക്ടൽ നമ്പേഴ്സ് ആയിട്ട് വേണമെങ്കിലും പെർമിഷൻസ് കൊടുക്കാം. Create a file test1 and give read permission to all class of users. Write permission for owner and group. എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. TOUCSH test1 എന്ന് പറഞ്ഞ പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, test1.txt എന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ദെൻ പെർമിഷൻസ് ഓൾ യൂസേഴ്സിന് റീഡ് പെർമിഷൻ, റൈറ്റ് പെർമിഷൻ ഫോർ ഓണർ ആൻഡ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് CH മോഡ് A+ read all permissions for CH മോഡ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സുഡോ എന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം.